മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് സപ്പോട്ട എന്ന് പറയുന്ന ഒരു ചെടിയാണ്. സപ്പോട്ട സപ്പോട്ട ഒരു പഴച്ചെടിയാണ്. വളരെ കാലം മുതൽ തന്നെ സപ്പോട്ട കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഉണ്ട്. വീട്ടുമുറ്റത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. തണൽ മരമായിട്ടും അതുപോലെ തന്നെ പഴച്ചെടിയായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ കണ്ടുവരുന്ന ഈ സപ്പോട്ടയൊക്കെ വലിയ വൃക്ഷങ്ങളായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ കായ്ഫലവും ലഭിക്കുന്നില്ലെന്ന പരാതി പരക്കെയുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഈ പഴം പറിച്ചെടുക്കുന്ന രീതിയിൽ ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്ന രീതിയും ഈ മഴക്കാല ആരംഭത്തോടുകൂടി ഇതിന് നമ്മൾ എന്ത് വളമാണ് ചെയ്യുന്ന രീതിയുമാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴവർഗ്ഗ വിളകൾക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് അമിതമായ ഇതിൻ്റെ ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടുകളിൽ സൂര്യപ്രകാശവും ചൂടും പതിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് പോലും മനുഷ്യർക്ക് പോലും സൂര്യപ്രകാശം അത്യാവശ്യമാണ്. സൂര്യപ്രകാശം നമ്മൾക്ക് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ ചൂട് ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തെ പതിക്കാതിരുന്നാൽ പലവിധ ശാരീരിക മാനസിക രോഗങ്ങൾക്കും നമ്മൾ ഇടയാവും. ഒരു തർക്കമില്ലാക്കരുത്. അപ്പോൾ നമ്മൾ പിന്നെ അതിന് മരുന്ന് കഴിച്ചാൽ സുഖം പ്രാപിക്കും. പക്ഷേ സസ്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും തന്നെ ഒഴിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമുണ്ട്, പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട്. കഴിയുന്നതും നമുക്കത് മനസ്സിലായ തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന തരത്തിൽ സസ്യങ്ങളെ പരിചരിക്കുക എന്നുള്ളതാണ്. സസ്യങ്ങളെ മാത്രമല്ല, നമ്മൾ വളർത്തുന്ന എല്ലാ ജീവജാലങ്ങളെയും അത്തരത്തിൽ നമ്മൾ പരിചരിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നീതി നമുക്ക് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മുടെ കോടതികളൊക്കെ നമുക്ക് ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചവും അതിൻ്റെ നീതി നടപ്പാക്കാൻ വേണ്ടി കുറ്റവാളികളെ ശിക്ഷിക്കാറുണ്ട് എന്ന കാര്യം വളരെ വിനയമായി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സപ്പോട്ട ഈ സപ്പോട്ട ഇവിടെ വെച്ചിട്ട് ഏതാണ്ടൊരു 6 മാസമായി ഇവിടെ കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് 6 മാസമായി. അത് 6 മാസം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഉണക്കിൻ്റെ ആരംഭത്തോടു കൂടിയാണ് ഇത് എനിക്ക് കിട്ടിയത്. ഞാൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് കവറിനകത്താണ് കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോൾ ഇത് എത്ര നാളായി അവിടെ ഉള്ളത് എന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് വിവരമില്ല. എന്തായാലും കൊള്ളാം. ഇപ്പോൾ 6ാമത്തെ മാസമായി. നട്ടപ്പഴ് അതിനെ കവറിൽ നിന്ന് മാറ്റി കുഴിയെടുത്ത് നട്ടപ്പഴ് ഞാൻ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഈ സംഗതികളൊക്കെ ഇട്ടാണ് ഇത് നട്ടത്. അതിനുശേഷം പിന്നീട് മഴയായി പോയപ്പോൾ പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും നടത്താൻ ഒക്കാതെ വന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് വലിയ ചൂട് ഏൽക്കാതിരിക്കാൻ, അതായത് ഈ സപ്പോട്ടയ്ക്ക് നല്ല സൂര്യപ്രകാശം വേണം, ഒപ്പം ചൂടും വേണം. എന്നാൽ അമിതമായ ചൂടായിരുന്നു ഇക്കൊല്ലമുള്ളത്. കഠിനമായ വരൾച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസങ്ങളിൽ ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ ചുവട്ടിൽ ധാരാളമായ തണലിന് വേണ്ടി വാഴപ്പിണ്ടി, അതുപോലെ തന്നെ വാഴയുടെ ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു. എന്തായാലും യാതൊരു കേടുപാടുകളും ഉണ്ടാവാതെ തന്നെ ഈ സപ്പോട്ടയ്ക്ക് ഇപ്പോഴിതിന് ചെറിയ പഴങ്ങളുണ്ടായിട്ടുണ്ട്. സപ്പോട്ടയ്ക്ക് പഴം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പഴം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇത് പഴം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തർ പറഞ്ഞത് ഓരോ വിവരങ്ങൾ നമ്മൾ വെച്ച് നോക്കിയാൽ 3 വർഷമാണ് ഒരു സപ്പോട്ട കായ്ക്കാൻ വേണ്ട കാലയളവെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് എന്തായാലും 3 വർഷമായിട്ടില്ല. എനിക്ക് തന്നപ്പോൾ തന്നെ ഒരു 6 മാസത്തെ വളർച്ച അതിനകത്തുള്ളായിരുന്നു. അപ്പം ഞാൻ വെച്ചിട്ട് 6 മാസം, അപ്പോൾ 12 മാസം, 1 വർഷമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ 1 വർഷത്തിൽ തന്നെ ഈ സപ്പോട്ട അത് കായ്ഫലം തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ വർഷം മുതൽ ഇത് മികച്ച കായ്ഫലം തരുന്നതിന് നമുക്ക് നമ്മുടെ വിവരങ്ങൾ, നമ്മൾ ശേഖരിച്ചുള്ള വിവരങ്ങൾ അനുസരിച്ചുള്ള ഒരു രീതികൾ നമ്മൾ തുടരുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളമിടുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ ചുവടുകൾ ഒന്ന് ഇളക്കണം. ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിഴുത് കളയണം. അതുപോലെ തന്നെ ഇതിൻ്റെ മഴക്കാലത്ത് ആകുമ്പോഴേ ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം വെള്ളം പിടിക്കണം. അതിന് ആദ്യ ദിവസങ്ങളിൽ നമ്മൾ തോല് ഇതിൻ്റെ ചുവട്ടിലിട്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി വെക്കണം. പിന്നീട് നല്ല വെള്ളമൊക്കെ ആയതിനു ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ ചുവട്ടിലെ ഇലകളും വാഴപ്പിണ്ടികൾ ഇതൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നമുക്ക് ഇതിനകത്ത് വേണ്ടാത്ത ചില ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയുകയാണ്. ഈ ശിഖരങ്ങളും ആവശ്യമില്ലാത്തതാണ്. ഇത് നമ്മൾ മുറിച്ച് കളഞ്ഞു. ഇപ്പം എന്താണ്ട് ഇത് കായ്ഫലം ഉള്ളതാണ്. ഇത് കായ്ഫലം ഉള്ളതായാലും നമ്മളിത് മുറിച്ച് കളഞ്ഞു. കായ്ഫലം ഉള്ളതാണ്, പക്ഷേ നമ്മളിത് മുറിച്ച് കളഞ്ഞു. കാരണം ഇത് കായ്ഫലം ഉണ്ടെന്ന് വിചാരിച്ചത് കായ്ഫലം ഉണ്ട്, പക്ഷേ നമ്മളിത് മുറിച്ച് കളഞ്ഞു. ഇനി നമ്മൾ ഇതും നമ്മൾ മുറിച്ച് കളയുകയാണ്.
അപ്പോൾ ഇത്രയും ശിഖരങ്ങൾ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഇപ്പം നോക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ തണ്ടുകളിൽ സൂര്യപ്രകാശം പതിക്കും, അതുപോലെ തന്നെ ചൂടും പതിക്കും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് വലിച്ചെടുക്കുന്ന വളം, ഈ വളത്തിൽ നിന്ന് തന്നെ ചില സാധനങ്ങൾ പുറന്തള്ളേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ദഹനത്തിന് ശേഷം ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് പോലെ തന്നെ ഇതിൻ്റെയും വലിച്ചെടുക്കുന്ന ആഹാരത്തിന് ശേഷമുള്ള പുറന്തള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് സൂര്യപ്രകാശം തടിയിൽ ഏൽക്കണം എന്ന് പറയുന്നത്. ഏത് കായ്ഫലമുള്ള വൃക്ഷത്തിനും സൂര്യപ്രകാശവും ഒപ്പം ചൂടും തടിയിൽ ഏൽക്കണം. അതിനാണ് നമ്മളിത് കോരിക്കളയുന്നത്, ശിഖരങ്ങൾ മുറിച്ച് കളയുന്നത്. എന്ന് മാത്രമല്ല, ശിഖരങ്ങൾ മുറിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതിലടിഞ്ഞു കൂടിയിരിക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഇതിനാവശ്യമില്ലാത്ത സംഗതികൾ വെളിപ്പോകും, കറ രൂപത്തിൽ വെളിപ്പോകും. അത് നമ്മൾ ഒരു ഇത് കുഴപ്പമായിട്ട് എടുക്കരുത്, അത് പോകേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിന് ചുവട് നമുക്ക് വൃത്തിയാക്കാം. ചുവട് നമ്മൾ വൃത്തിയാക്കുന്നത് ഒരു മാന്തി ഉണ്ട്. ഈ മാന്തി കൊണ്ട് ഈ തോലൊക്കെ നമ്മൾ ഒന്ന് മാറ്റുവാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട് നമ്മൾ വൃത്തിയാക്കി മണ്ണൊക്കെ ചെറുതായിട്ട് നിലക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സപ്പോട്ടയ്ക്ക് നമ്മൾ വളം ചെയ്യുമ്പോൾ അല്പം അകലക്കൂട്ടി മാത്രമേ വളം ചെയ്യാവൂ. കാരണം ഇത് അല്പം വളർന്നതായതുകൊണ്ട് വേരുകൾ ഏതാണ്ട് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്പം അകലക്കൂട്ടി മാത്രമേ വളമിടാവൂ. അപ്പം നമ്മൾ വളമിടാൻ തുടങ്ങുകയാണ്. നമ്മുടെ സപ്പോട്ടയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ഇടുന്ന വളം എല്ലുപൊടിയാണ്. എല്ലുപൊടി എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് എല്ലുപൊടി. എല്ലുപൊടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത്. വട്ടമാണ് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു വിളകൾക്കായാലും ക്രമത്തിലുള്ള വളമേ ഇട്ട് കൊടുക്കാവൂ. വളം കൂടിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഇതിൽ നിന്നും കിട്ടത്തില്ല. കാരണം മനുഷ്യന് ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അതുപോലെ തന്നെ സപ്പോട്ടയ്ക്കും ഓരോ കാലഘട്ടത്തിലും ഇടുന്ന വളം ക്രമത്തിനതീതമായ ക്രമം ഉള്ള വളമായിരിക്കണം. ക്രമാതീതമായ വളം ചെയ്തു കഴിഞ്ഞാൽ ആ മരം നശിച്ചു പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. അതല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകളും ഇലകളും ഒക്കെ ധാരാളമായിട്ട് വളർന്ന് കാറ്റിലും ഒക്കെ ഇത് ഒടിഞ്ഞു വീഴും, അല്ലെങ്കിൽ താനെ ഒടിഞ്ഞു വീഴും. അങ്ങനെയൊക്കെയുള്ള സംഗതിയാവും. ഒരുപാട് വളമായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ശിഖരങ്ങൾ മുറിച്ച് കളയാതെ ഇരുന്നാൽ പറ്റുന്നത് വെച്ചാൽ ഇത് തടി തഴച്ചു വളരുകയും കായ്ഫലം തുച്ഛമായിരിക്കുകയും ചെയ്യും. പല യൂട്യൂബിലും പറയുന്നുണ്ട്, പല യൂട്യൂബർമാർ പറയുന്നുണ്ട് 50 കിലോ വരെ വളം ഒരു വൃക്ഷത്തിന് ചെയ്യണം. 50 കിലോ വരെ വളം, 50 കിലോ വരെയൊക്കെ വളം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിനും അത് വഴിതെളിക്കും. അതുകൊണ്ട് 50 കിലോ വളമൊന്നും ഇടരുത്. ഇപ്പോൾ ഇതിന് പരമാവധി ഇട്ടത് ഏതാണ്ട് 200 ഗ്രാം എല്ലുപൊടിയാണ് ഈ ചെടി. ഇത് കായ്ഫലമുള്ള ചെടിയാണ്. ഈ കായ്ഫലമുള്ള സപ്പോട്ടയ്ക്ക് ഇവിടെ ഇട്ട് കൊടുത്തത് 200 ഗ്രാം എല്ലുപൊടിയാണ്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെച്ചാൽ
കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളം നമുക്കറിയാം, വളരെ പ്രയോജനപ്രദമായ കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് വളം ഇതേപോലെ ഈ ഒരു ചട്ടി, ഒരു സിമെൻറ്റ് ചട്ടി നിങ്ങൾ നോക്കുക. ഒരു സിമെൻറ്റ് ചട്ടിക്കുള്ള കമ്പോസ്റ്റ് വളമാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സിമെൻറ്റ് ചട്ടി ഇതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലുവളി, കമ്പോസ്റ്റ് വളം ഇതൊക്കെ മണ്ണിൽ ദീർഘകാലം കിടന്ന് വളം എടുക്കാൻ കഴിയുന്നതാണ്. ഒരു വർഷത്തിൽ ഒറ്റ തവണ നമ്മളിതിന് വളം ചെയ്താൽ മതി. 2 തവണ ചെയ്യേണ്ട കാര്യമല്ല. ഒരു വർഷത്തിൽ ഒറ്റ തവണ വളം ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ വർഷം ഇടുന്ന വളം നാളെ മറ്റന്നാളൊന്നും ഇത് പിടിച്ചെടുക്കത്തില്ല. നട്ടപ്പഴിട്ട വളം അതാണ് ഇതുവരെ വളരാനും ഇനി കുറച്ച് നാളത്തെ കൂടെ വളരാനും എടുക്കുന്നത്. ഇത് നല്ല സമർത്ഥമായി മഴ പെയ്ത് വെള്ളം ശരിക്കും വീണ് നമ്മൾ ഇതിന് ചെയ്യുന്ന ഈ വളങ്ങൾ ഇതിൻ്റെ മുകളിൽ മണ്ണുമായിട്ട് നമ്മൾ മണ്ണിടും. ആ മണ്ണുമായിട്ട് ഇത് കലർന്ന് ലായനി രൂപത്തിലാവുന്നതാണ് ഈ സപ്പോട്ട വലിച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ദീർഘകാലം കിടക്കും. നമ്മൾ ഓരോ വർഷവും വളം ചെയ്യും. പിന്നീട് ഇതിൻ്റെ വേരുകൾ പല ഭാഗങ്ങളിലേക്കും പോയി അത് വളം വലിച്ചെടുക്കും. അത് ഇതിൻ്റെ ഇടപെടയായി നമ്മൾ വാഴയോ അങ്ങനെ വല്ല നടുവാണെങ്കിൽ അതിന് നമ്മൾ വളമിടും. അതുപോലെ അല്ലാതെ തന്നെ പയറുവർഗ്ഗത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ കളച്ചെടികൾ ഇതിന് ചുറ്റുപാടും ഉണ്ടാവും. അത് നമ്മൾ പറിച്ചതിൻ്റെ ചുവട്ടിലിടുകയോ അല്ലെങ്കിൽ അത് തന്നെത്താൻ മണ്ണിൽ ലേച്ച് ചെയ്യുമ്പോൾ ആ വളങ്ങൾ. അപ്പം അതുപോലെ തന്നെ മഴവെള്ളത്തിൽ നൈട്രജൻ്റെ അളവ് ധാരാളമുണ്ട് മഴവെള്ളത്തിൽ. ഇതൊക്കെ ഈ സസ്യങ്ങൾ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ക്രമപ്പെടുത്തി ക്രമാതീതമായ വളപ്രയോഗം ഏത് വിളകൾക്കിട്ടാലും നമുക്കത് ദോഷമായിരിക്കും, ഒരിക്കലും ഗുണം ചെയ്യില്ല. എന്നാൽ വളമിടാതിരുന്നാലും തെറ്റാണ്. മിതമായ രീതിയിൽ വളം പല പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ സപ്പോട്ട പോലെയുള്ള വൃക്ഷങ്ങൾക്ക് അതായത് ഒരു പ്രാവശ്യം നമ്മൾ വളമിട്ടാൽ മതി. അപ്പോൾ എല്ലുപൊടി വളരെ കർശനമായിട്ട് എല്ലുപൊടി നമ്മൾ എല്ലാ വിളകൾക്കും ഇട്ട് കൊടുക്കണം. അതിൻ്റെ വേര് പടലം ശക്തി ആകുന്നതിനും അതുപോലെ തന്നെ വേര് ശക്തിയാണെങ്കിലേ ഈ മരം വീഴാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഒപ്പം മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മണ്ണിൽ നിന്നും ശക്തമായി വലിച്ചെടുക്കാനും ആ വളത്തെ അതിൻ്റെ എല്ലാ ഇടത്തും എത്തിക്കാനും ഒക്കെ വേരുകൾ ശ്രമിക്കണമെങ്കിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. പിന്നീട് കമ്പോസ്റ്റ് വളം നമുക്കറിയാം. കമ്പോസ്റ്റ് വളത്തിനകത്ത് എല്ലാ മൂലകങ്ങളും ഉണ്ട്. അതായത് ഒരു ചെടിക്ക് ആവശ്യമായ എല്ലാ സംഗതികളും കമ്പോസ്റ്റ് വളത്തിനകത്തുണ്ട്. കമ്പോസ്റ്റ് വളം ഉൽപ്പാദിപ്പിക്കാൻ നമുക്കറിയാം എല്ലാ സംഗതി, ഇല ഉൾപ്പെടെ നമ്മുടെ അടുക്കളയിലെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മുട്ടത്തോട് ഉൾപ്പെടെയുള്ള മീൻ കഴുകുന്ന വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാം അതിനകത്തും ഒഴിക്കുക. ഇതെല്ലാം നല്ല വളമാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നോക്കുക. ഇത് ഒരു 2 സാധനങ്ങളിട്ട് ഉണ്ടാക്കിയ ജൈവ ലായനി വളമാണ്. ഇതെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കൂടെ ലയിപ്പിച്ച ഒരു വളമാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് ഒരു 10 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വളരെ പെട്ടെന്ന് ഇത് മണ്ണിൽ നിന്നും വലിച്ചെടുക്കും. കാരണം ലായനി രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കായ്ഫലം പെട്ടെന്ന് ലഭിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് വളരാനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും. കാരണം പെട്ടെന്ന് ഇത് പിടിച്ചെടുക്കും, പെട്ടെന്ന് വേരുകൾ പിടിച്ചെടുക്കും. അതിനാണ് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും വളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ഒരു മൂടിന് ഇത്രയും മതി. അല്പം അകലക്കൂട്ടി വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അല്പം അകലക്കൂട്ടി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്കിടാം. അങ്ങനെ ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ കൃഷികൾ നടത്തിക്കൊണ്ട് പോകാനും മെച്ചപ്പെട്ട ലാഭം നമുക്കുണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും. അതാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ. കൂടുതൽ പൈസ മുടക്കി അത് നമുക്ക് തന്നെയും ആ സസ്യത്തിന് തന്നെയും ദോഷമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനോട് ഇലഞ്ഞൂർ ബ്ലോഗിന് യാതൊരു താല്പര്യവുമില്ല. ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ എങ്ങനെ മികച്ച ലാഭം ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ മണ്ണ് ഒരു ചെറിയ നേർത്ത പള്ളത്തിൽ മണ്ണിടുക എന്നുള്ള. മണ്ണ് വെട്ടിയൊന്നും ഇടേണ്ട കാര്യമില്ല, ഇത് തന്നെ നമ്മൾ ഇട്ടാൽ മതി.
നേരിയ പടലത്തിൽ ഉള്ള മണ്ണ് മതി. കൂടുതൽ മണ്ണൊന്നും നമ്മൾ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നേരിയ തരത്തിലുള്ള ഒരു മണ്ണൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഉടനെ ഒന്നും ഇതിൻ്റെ മുകളിൽ കട്ടിയുള്ള ഇലകൾ ഇടരുത്. പകരം ഇതിന് ചുവട്ടിലിടാൻ പറ്റിയ ഇലകളെന്ന് പറഞ്ഞാൽ ഒന്ന് ചീമക്കൊന്നയുടെ ഇല. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ചീമക്കൊന്നയുടെ ഇല നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഓമയുടെ ഇല നമുക്കിട്ട് കൊടുക്കാം. കാരണം ഇത് രണ്ടും പെട്ടെന്ന് വാടുന്നതും പറ്റിപ്പിടിക്കുന്നതും ഒക്കെയാണ്. അല്ലെങ്കിൽ ഈ മഴയുടെ ആരംഭമായതുകൊണ്ട് വെള്ളം ഇതിന് ചുവട്ടിൽ കിട്ടത്തില്ല. ഈ വളം ലയിക്കണമെങ്കിൽ വെള്ളം ഇതിന് ചുവട്ടിൽ കിട്ടണം. അതുകൊണ്ടാണ് മറ്റൊന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇലയായിട്ടിട്ടെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനോടൊപ്പം ഉള്ള ഒരു ബെല്ലൈക്കനുണ്ട്, അതമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.